ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം, സ്വയംവരം, ധനലക്ഷ്മി, സരസ്വതി യന്ത്രം, ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ്. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 നക്ഷത്രഫലമാണ് പറയുന്നത്. ഇന്ന് പറയുന്നത് പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം 2026 ഗുണദോഷ സമ്മിശ്രമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാകും. അധികാര ലബ്ധി വന്നു ചേരും. ദൂരദേശത്ത് ആഗ്രഹിച്ച സ്ഥാപനത്തിൽ തൊഴിൽ മേന്മയുണ്ടാകും. ഏജൻസി ഇടപാടിൽ തിരക്ക് കൂടും. ലോഹ വസ്തുക്കളുടെ ഇടപാടിന് പുതിയ സ്ഥലം കണ്ടെത്തേണ്ടി വരും. അന്തർദേശീയ പുരസ്കാരങ്ങൾ പൂരം നക്ഷത്രക്കാരെ തേടിയെത്തും. സന്താനത്തിൻ്റെ കാര്യത്തിലുള്ള ആശങ്കകൾ മാറും. ഔദ്യോഗിക കാര്യത്തിലുള്ള പിരിമുറുക്കത്തിൽ നിന്നും മോചനമുണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ശമ്പള വർധനവ്. ഷെയർ മാർക്കറ്റിൽ നഷ്ടം വരാതെ ഇടപാടുകൾ നടത്തും. പ്രിൻറ്റിംഗ് മേഖലയിൽ നേട്ടമുണ്ടാകും. വസ്തു മറിച്ചു വിൽക്കുന്നതിനുള്ള തടസ്സം മാറും. ആയുർവേദ ചികിത്സാ രംഗത്ത് ധനവരവ് കൂടും. രോഗനിലയിൽ മാറ്റമുണ്ടാകും. അന്യദേശത്ത് ആദായ വിലയ്ക്ക് ഫ്ലാറ്റ് സ്വന്തമാക്കാനുള്ള ഭാഗ്യം കാണുന്നു. ബിസിനസ് സംരംഭത്തിലുണ്ടാകുന്ന തകർച്ചകളിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടുമെന്നുള്ളതാണ്. സിനിമാ സംവിധാന രംഗത്ത് ചലനം സൃഷ്ടിക്കുന്ന തരത്തിൽ നേട്ടമുണ്ടാകും. ദൂരദേശത്ത് നിന്നും ശുഭവാർത്തകൾ വന്നുചേരാം. ഔദ്യോഗിക കാര്യങ്ങളിൽ സമാധാനം ലഭിക്കും. കുടുംബ കാര്യത്തിലെ കടുംപിടുത്തം അവസാനിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫർണിച്ചർ വ്യവസായ രംഗത്ത് നേട്ടമുണ്ടാകും. മേലുദ്യോഗസ്ഥ പദവിക്ക് അനർഹർ പിൻവാതിൽ ശ്രമം നടത്തുന്നത് തടയും. വിദേശത്ത് സന്താനത്തിന് ഉപരിപഠന യോഗം കാണുന്നുണ്ട്. നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കുന്നതിന് ഭാഗ്യം വന്നുചേരും. സ്വന്തക്കാർ കണ്ണായ സ്ഥലം സ്വന്തമാക്കുന്നതിന് പരസ്പരം മത്സരിക്കുന്നത് കാണാം. മംഗല്യ കാര്യത്തിലുള്ള വിഷമതകൾ മാറിക്കിട്ടും. ഔദ്യോഗിക പദവിയിൽ നിയമക്കുരുക്ക് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കമ്പ്യൂട്ടർ രംഗത്ത് നേട്ടമുണ്ടാകും. അർഹതപ്പെട്ട അംഗീകാരം തൽപര കക്ഷികൾ വൈകിപ്പിക്കും എന്നുള്ളതാണ്. നിർമ്മാണ മേഖലയിൽ നല്ല നേട്ടമുണ്ടാകും. പ്രധാന സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വരുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഉന്നതരുടെ സഹായം ലഭിക്കും. മത്സര രംഗത്ത് നേട്ടമുണ്ടാകും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കും. അതുപോലെ തന്നെ വാഹന ചെലവുകൾ വർദ്ധിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. സൽക്കാരങ്ങളിൽ ഏറെ പ്രിയം കൂടുന്ന വർഷമാണ് 2026. ജനുവരി മാസത്തിൽ ആരോഗ്യനില തൃപ്തികരമായിരിക്കും. കരൾ സംബന്ധമായ അസുഖങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാഭകരമല്ലാത്ത പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ധനനഷ്ടം സംഭവിക്കുകയും ചെയ്യും. പ്രതീക്ഷിക്കാത്ത ചില കേന്ദ്രങ്ങളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും. അതുപോലെ തന്നെ ഫെബ്രുവരി ആകുമ്പോഴേക്കും ചില പ്രധാന രേഖകൾ കൈവശം വന്നുചേരും. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. വീട് മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും. അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും. വക്കീലന്മാർ, പത്രപ്രവർത്തകർ എന്നിവർക്ക് നല്ല സമയമാണ്. മാർച്ച് ആകുമ്പോഴേക്കും ചില പുതിയ കരാറുകൾ ഏറ്റെടുത്തെന്ന് വരാം. വീട് വാങ്ങുകയോ പണിയുകയോ ഒക്കെ ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കും. സിനിമ, സംഗീതം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ സമയമാണ്. പൊതുജനങ്ങൾക്കിടയിൽ അന്തസ്സും അംഗീകാരവും വർദ്ധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്.
കൃഷിയിലും വാടക വകയിലും കൂടുതൽ നേട്ടങ്ങളുണ്ടാകും. ഏപ്രിൽ മാസത്തിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടവരും. വ്യവഹാരാദികളിൽ വിജയം കൈവരും. തർക്കങ്ങളിൽ മധ്യസ്ഥർ മുഖേന തീരുമാനമുണ്ടാകും. മെയ് മാസമാകുമ്പോഴേക്കും ദുർജനങ്ങളിൽ നിന്ന് വിഷമതകളുണ്ടാകും. അതിനെ തന്ത്രപൂർവം നമുക്ക് നേരിടാൻ കഴിയും. മെയ് മാസമാകുമ്പോൾ ദുർജനങ്ങളിൽ നിന്ന് വിഷമതകളുണ്ടാകും. അതിനെ തന്ത്രപൂർവം നേരിടുന്നതിന് സാധിക്കും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതും പ്രസിദ്ധി വർദ്ധിക്കുന്നതും മറ്റുള്ളവരിൽ അസൂയയുണ്ടാക്കും. ഉന്നത വ്യക്തികളിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും. ജൂൺ മാസമാകുമ്പോഴേക്കും തുടർന്നു പോരുന്ന പല കാര്യങ്ങളിൽ നിന്നും വിരമിക്കാൻ ശത്രുക്കൾ പ്രേരണ നൽകും. അതിനെ ധീരമായി നേരിട്ട് പ്രവർത്തനങ്ങൾ മുൻപത്തേതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ചെയ്തുകൊണ്ടേയിരിക്കും. ഉന്നതമായ വ്യക്തികളിൽ നിന്ന് സഹകരണവും സഹായവും ലഭിക്കും. ലോണുകളും മറ്റ് ക്രെഡിറ്റ് സൗകര്യങ്ങളും അനുഭവത്തിൽ വന്നുചേരും. ജൂലൈ മാസമാകുമ്പോഴേക്കും കുടുംബ ബന്ധങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം കാലതാമസം നേരിടും. വിഷമതകൾക്കിടയിലും സന്തോഷവും പ്രസന്നതയും നിലനിർത്തും. സർക്കാർ ഉദ്യോഗത്തിൽ സ്ഥിരീകരണം ലഭിക്കും. പുതിയ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനുള്ള വ്യവസ്ഥ കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും ശത്രുക്കളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടും. അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. തലവേദനയോ രക്തസമ്മർദ്ദമോ അനുഭവപ്പെട്ടേക്കാം. സുഹൃത്തുക്കളുമായി ചില നീരസങ്ങൾ വന്നേക്കാം. ചെയ്യുന്ന ജോലിയിൽ കാര്യമായി വിഷമതകൾ അനുഭവപ്പെടും. വാഹനങ്ങൾ അധീനതയിൽ വന്നുചേരും. സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും അനുരഞ്ജനത്തോടെ പെരുമാറുക മൂലം എല്ലാവരുടെയും ആദരവിന് പാത്രീഭൂതരാകും. പൊതുപ്രവർത്തനങ്ങൾക്കായി സമയവും ധനവും ചെലവാക്കും. വിദേശത്തുള്ളവർ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള പ്രവണത കാണിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യമുണ്ടാകും. പൊതുപ്രവർത്തനങ്ങൾക്കായി സമയവും ധനവും ചെലവാക്കുമെന്നുള്ളതാണ്. വിദേശത്തുള്ളവർ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള പ്രവണത കാണിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യമുണ്ടാകും. ഒക്ടോബർ മാസമാകുമ്പോൾ മുമ്പ് ചെയ്ത തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും തിക്തഫലം അനുഭവിക്കേണ്ടതായി വന്നേക്കും. ദുർവ്യയം വന്നുചേരും എന്ന് വെച്ചാൽ അധിക ചിലവ് വന്നുചേരുമെന്നർത്ഥം. ദുർജനങ്ങൾ വിഷമതകൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. വീട് വിട്ടു താമസിക്കാൻ ഇടവരും. ബിസിനസ്സിൽ പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരും. നവംബർ മാസമാകുമ്പോഴേക്കും വ്യാപാരാദികളിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടാകില്ല. പണം കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കാലതാമസം നേരിടും. കളവോ വഞ്ചനയോ മൂലം പണം നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. കണക്കുകളിലെ കൃത്രിമം കണ്ടെത്താൻ ഇടയുണ്ട്. പ്രമേഹം, അൾസർ മുതലായ അസുഖങ്ങൾക്ക് ചികിത്സ നേരിടേണ്ടി വരും. ഡിസംബർ മാസമാകുമ്പോഴേക്കും പല കാര്യങ്ങളിലുമുള്ള കാലതാമസം മാറിക്കിട്ടും. ഏറ്റെടുത്ത ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരും. ഓഹരി, ഷെയർ എന്നിവയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. പഴക്കം ചെന്ന വ്യവഹാരങ്ങൾ അഥവാ കേസുകൾ ഒത്തുതീർപ്പാകും. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പൂരം നാളുകാർ പൊതുവെ ഗൗരവഭാവക്കാരായിരിക്കും. പ്രശസ്തിയും പദവിയും നേടും. സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉണ്ടാകും. ബുദ്ധി സാമർഥ്യവും സന്ദർഭ അനുസരണം പ്രവർത്തിക്കാനുള്ള കഴിവുമുള്ളവരായിരിക്കും. പെട്ടെന്ന് ക്ഷോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാവുകയും ചെയ്യും. എല്ലാ തരക്കാരോടും ഇടപെടാൻ അസാധാരണമായ കഴിവുണ്ടാകുന്നവരാണ് പൂരം നക്ഷത്രക്കാർ. അന്യരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർ മടി കാണിക്കും. ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടായെന്ന് വരും. മാന്യമായി പെരുമാറാനും സ്വന്തം നില ഭദ്രമാക്കാനും തെറ്റുകുറ്റങ്ങൾ ആരോപിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും. കഴിവതും ആരോടും കലഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കും. പക്ഷേ ആദർശങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. ഏത് പ്രവർത്തനത്തിനായാലും പൂരം നക്ഷത്രക്കാർ വളരെ വിജയികളാകാറുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ എത്താൻ പ്രത്യേക താല്പര്യം കാണിക്കും. അത്തരം സ്ഥാനങ്ങളിൽ വളരെ ശോഭിക്കും. കലാവാസനയുണ്ടാകും. ഗ്രന്ഥപാരായണത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നവരായിരിക്കും പൂരം നക്ഷത്രക്കാർ. സത്യസന്ധരായും സദാചാരനിഷ്ഠരായും വാക്കുപാലിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ടാകും.
കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണമെന്ന നിർബന്ധമുണ്ടാകുന്നവരാണ് പൂരം നക്ഷത്രക്കാർ. യാദൃശ്ചിക സംഭവങ്ങൾ മൂലം പലപ്പോഴും ഉദ്ദേശിച്ചത്ര നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. മധ്യ വയസ്സുവരെ ഉയർച്ച താഴ്ചകൾ ഒന്നിടവിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. 12 വയസ്സുവരെയുള്ള കാലം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. പക്ഷേ വിദ്യാഭ്യാസ കാലമായ 12 മുതൽ 18 വയസ്സുവരെയുള്ള കാലം തികഞ്ഞ വിജയമോ പരാജയമോ ആയിരിക്കുകയില്ല. രണ്ടിനുമിടയിൽ കൂടെയുള്ള സഞ്ചാരമായിരിക്കും. 18 വയസ്സിന് ശേഷം 30 വയസ്സുവരെയുള്ള കാലം വിദ്യാഗുണം, തൊഴിൽ ഗുണം, വിവാഹം, കുടുംബസുഖം, സന്താന ഗുണം തുടങ്ങിയവ ലഭിക്കുമെന്നുള്ളതാണ്. 20, 30, 20, 30, 33 എന്നീ വയസ്സുകളിൽ സുപ്രധാനമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വന്നേക്കാം. 30 വയസ്സ് മുതൽ 40 വയസ്സുവരെയുള്ള കാലത്ത് ഭൂസ്വത്ത്, പുതിയ വീട് തുടങ്ങിയവയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാനിടയുണ്ട്. 40 വയസ്സിനു ശേഷമുള്ള ജീവിതം പൊതുവെ ശാന്തവും സന്തോഷകരവുമായിരിക്കും. പൂരം നാളുകാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. എന്നിരുന്നാലും ചില പൂരം നാളുകാർക്ക് വിവാഹ ജീവിതത്തിൽ അപൂർണത അനുഭവപ്പെടുകയോ വിവാഹ ജീവിതം തന്നെ തകർന്നു പോവുകയോ ചെയ്യാം. പൂരം നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് തൻ്റെയിട കൂടുതലുണ്ടാകാം. അതുമൂലം കുടുംബജീവിതം അസ്വസ്ഥമായി വന്നു എന്ന് വന്നേക്കാം. പ്രേമബന്ധങ്ങൾ തകരുക, ഉദ്ദേശിച്ച വിവാഹം നടക്കാതെ വരിക തുടങ്ങിയ ചില ദോഷങ്ങളും പൂരം നാളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാറുണ്ട്. തീർച്ചയായും 2026 പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ്. ഇതിൽ ഗുണം വളരെ കൂടുതലുള്ള ഒരു കാലമാണ് 2026. ദോഷം കുറവാണെങ്കിലും ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനമൊക്കെ അനിവാര്യമാണ്. ഭഗവാന്റെയും ഭഗവതി തിരുമുമ്പിലുമൊക്കെ പോയി പ്രാർത്ഥനാപൂർവമായ നിമിഷങ്ങൾ ഉണ്ടാക്കണം. ജീവിതത്തിൽ എല്ലാ നന്മകളും വന്നു ചേരാൻ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഭഗവാന്റെയും ഭഗവതിയുടെയും തിരുമുമ്പിൽ അവതരിപ്പിക്കണം. എല്ലാ നന്മകളും തീർച്ചയായും ഉണ്ടാകും. 2026 പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു വർഷമാകും. ആകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.